കൈലാസ യാത്ര പോയത് ഓർമ്മയുണ്ടോ? പിന്നെ കൈലാസ് മാനസരോവർ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് 2018 സെപ്റ്റംബറിൽ ഓക്കെ, മാനസരോവർ കൈലാസ പരിക്രമം എന്നൊക്കെ പറഞ്ഞു പോയി. പോകുന്ന വഴിനീളമുള്ള ഫോട്ടോകൾ ഇട്ട് തെളിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കൈലാസത്തേക്ക് പോവാണ്, മല കയറുവാണ്, പിന്നെ മഞ്ഞു മൂടിയ പ്രദേശങ്ങളും ടിബറ്റും ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ മഞ്ഞു മൂടിയ പ്രദേശങ്ങളിലേക്ക് ഫോട്ടോ കിട്ടും. പക്ഷെ കൈലാസത്തിൽ ചെന്നതിന്റെയോ അല്ലെ കൈലാസ പരിക്രമത്തിന്റെയോ മാനസരോവറിന്റെ, കൈലാസത്തിൽ പോയി കഴിഞ്ഞാൽ മാനസരോവറിൽ പോകാത്തവരായിട്ട് ആരുമില്ല, അതിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടില്ല എന്ന് പറഞ്ഞ് കൈലാസത്തിൽ പോയിട്ടില്ല. പിന്നെ എവിടെ പോയി, എന്തിനു പോയി? ചൈനയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കൈലാസ യാത്രയല്ലേ, വേറെ ആരും കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ പുള്ളിയുടെ അതുപോലെയുള്ള ക്ലോസ് ആയിട്ടുള്ള ആളുകളിലെ കൂടെയുള്ളൂ. 2 ചൈനീസ് മിനിസ്റ്റേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വഴിയിൽ വെച്ച്. കൈലാസം വരെ പോയില്ല, ചൈനയിൽ കൂടെയാണല്ലോ പോണത്. 2 ചൈനീസ് മിനിസ്റ്റേഴ്സുമായിട്ട് ചർച്ച നടത്തി, കൂടിക്കാഴ്ച നടത്തി, ഏറെ നേരം ഒരുപാട് സമയം അവരുടെ കൂടെ ചെലവഴിച്ചു. എന്തിന്, എന്ത് ചർച്ച ചെയ്തു, എന്ത് ആവശ്യം? ഇയാള് ഭരണത്തിന്റെ എന്ത് ചുമതലയാന്ന് വഹിക്കുന്നത്? ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെന്ന് പറയാം, അന്നൊരു കുന്തമല്ല. അതുപോലെ 2018 ഡിസംബർ, അപ്പൊ ഇത് ഈ 2018 സെപ്റ്റംബറിലാണ് ഈ കൈലാസ യാത്ര പോകുന്നത്. 2018 ഡിസംബറിൽ CPC ചൈനീസ് പാർലമെന്ററി കമ്മിറ്റി അവര് ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ ആരും അറിയാതെ അവരുമായിട്ട് പോയി മീറ്റിംഗ് നടത്തി. അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതും ഇവർ ആദ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ പോയിട്ടില്ല, രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. തെളിവ് സഹിതം വാർത്ത പുറത്ത് വന്നപ്പോൾ ശരിയാ ഒന്ന് കണ്ടായിരുന്നു. ഇങ്ങനെ എത്രയോ ഇൻസിഡന്റുകളാണ്. ഇനി ഞാൻ പറയാം, ഈ UPA ഭരിക്കുന്ന കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ UPA ചെയർപേഴ്സണായിട്ട് സോണിയാഗാന്ധി ഇരിക്കുന്ന കാലത്ത് സകല ഫയലുകളും അവരുടെ കയ്യിലൂടെ പോയിക്കൊണ്ടിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് ഒരു മുങ്ങുമായിരുന്നു. എന്തിന് ചികിത്സിക്കുന്നു, എവിടെ ചികിത്സിക്കുന്നു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. ഇത് മുഴുവൻ ദുരൂഹമാണ്. എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം 2014 ശേഷം ആശാട്ടിയുടെ അസുഖം തന്നെ മാറിയോ? അപ്പൊ ഇവരുടെ അസുഖത്തിന്റെ ചികിത്സ എന്താണെന്നുള്ളത് ഇന്ത്യക്കാർ അതിൽ നിന്ന് മനസ്സിലാക്കണം. 2014 ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരുടെ അസുഖം മാറിയെന്നുണ്ടെങ്കിൽ ഇവരുടെ അസുഖത്തിനുള്ള ചികിത്സ അത് തന്നെയാണ്. 2014 എന്ത് സംഭവിച്ചോ അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുമല്ലോ. നമ്മളെല്ലാം പട്ടായ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇയാൾ പട്ടായക്ക് പോകുന്ന കൂട്ടത്തിലല്ലേ, പട്ടായക്കാണ് പോകുന്നത്. എവിടെയൊക്കെ പോകുന്നത് ഇത് ആർക്കറിയാം? അങ്ങനെ ഒരുപാട് രഹസ്യ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ട്. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒന്നാമതേ വായാടിയാണ്, വിളിച്ചു പറയേണ്ടത്. ഇത് രഹസ്യമായിട്ട് ചെയ്യുന്നത് ഈ രാജ്യത്തിനെതിരെ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കർഷക സമരമായാലും അതുപോലെയുള്ള ഒരുപാട് ബഹളങ്ങൾ നടക്കുന്നതിന്റെ എല്ലാം പിന്നില് ഇവരുടെ കൈകളുണ്ടെന്നുള്ളതും നമുക്ക് JNUവിൽ നമ്മൾ കണ്ടു, എവിടെയെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് രാഹുൽ ഗാന്ധിയെ നമ്മൾ പപ്പു എന്ന് വിളിക്കും, പൊട്ടനെന്ന് വിളിക്കും, ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിലൊന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി. ബീമിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പെസിഫിക് ക്വസ്റ്റ്യൻ. ഈ അമേരിക്കയിലെ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത സ്ത്രീകളുമായിട്ട് ഇന്ത്യ വിരുദ്ധ കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞത്. അപ്പൊ ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന സ്ത്രീയുമായിട്ട് രാഹുൽ ഗാന്ധി എന്തിനു കണ്ടു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇവിടെ അടുത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, ഇത്രയും ചോദിച്ച സ്ഥിതിക്ക്. രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയി കണ്ടതിനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞു തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കക്കാർ ഇങ്ങോട്ട് വരുന്നു. അടുത്ത കാലത്തല്ലേ അമേരിക്കയിൽ നിന്ന് ഒരു മന്ത്രി ചെന്നൈയിൽ നേരെ വന്ന് ലാൻഡ് ചെയ്യണത്. അവിടെ മന്ത്രിയല്ല, ചെന്നൈയിൽ നേരെ വന്ന് ലാൻഡ് ചെയ്ത് എന്താണ് അതിന്റെ കാരണം പറഞ്ഞത്? തമിഴ്നാടുമായിട്ട് ഒരു സഖ്യം ഉറപ്പിക്കാൻ, ബന്ധം ഉറപ്പിക്കാനായിട്ട് സ്റ്റാലിനെ കാണാൻ വന്നതാണ്. നേരെ സ്റ്റാലിനെ വന്ന് കണ്ടു. അതുപോലെ ഇപ്പൊ കമലാ ഹാരിസ് ആരെയൊക്കെ US വിളിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കൂടെ? നമുക്ക് ആ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആരെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അതിലൂടെ സ്റ്റാലിൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ 1-2 ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന നേതാക്കളും കൂടെ അല്ലേ പോയിട്ടിരിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് ഒരുപാട് പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ആരെയാ കാണുന്നത്? അസൗദ്ദീൻ ഒവൈസിനെ കാണുന്നു. അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഒവൈസിയെ കാണുന്നത് എന്തിനാണ്? ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നത് എന്തിനാണ്? ചന്ദ്രബാബു നായിഡു ഇപ്പം BJPയുടെ ഒരു അലയാണ്, NDAയുടെ ഒരു ഭാഗമാണ്. ഈ ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നത് എന്തിനാണ്? അവർക്ക് ഒവൈസിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സ്റ്റാലിനെയും കണ്ടാൽ മതിയല്ലോ.
ഇന്ത്യയിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാക്കുന്ന UP ചീഫ് മിനിസ്റ്ററെ കാണണ്ട, ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററെ കാണണ്ട, മഹാരാഷ്ട്രയിൽ പോകണ്ട. കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ഒരു അജണ്ടയുണ്ട്, കട്ടിംഗ് സൗത്ത്. 2 വർഷം മുമ്പല്ലേ, 2 വർഷം മുമ്പല്ലേ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് വലിയൊരു പ്രോഗ്രാം കൊച്ചിയിൽ നടത്തിയത്. ഈ കട്ടിംഗ് സൗത്തിന്റെ അർത്ഥം എന്താണ്? സൗത്ത് ഇന്ത്യയെ കട്ട് ചെയ്ത് മാറ്റുക. കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പറ്റില്ല. പക്ഷെ രാഹുൽ ഗാന്ധി മുട്ടിനിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പ്രധാനമന്ത്രി ആയേ പറ്റൂ. അപ്പൊ ഈ സൗത്ത് ഇന്ത്യനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ, സൗത്ത് ഇന്ത്യയിലെ എന്നൊരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രധാനമന്ത്രിയെങ്കിലും ആകാം എന്നൊരു ഐഡിയ ആയിരിക്കും ഇവരുടെ പുറകിൽ. കാരണം വയനാട്ടിലെ രാഹുൽ ഗാന്ധി എന്നുള്ള ഏതൊരു കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ജയിക്കും. അതാണ് വയനാട്ടിലെ അവസ്ഥ. അപ്പൊ വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുന്നതും അത് 2 ടേം, അത് കഴിഞ്ഞ് റായ്ബറേലിയും പോയി. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഈ കട്ടിംഗ് സൗത്ത് പ്രോഗ്രാം തന്നെ ഇവരുടെ എല്ലാ ആശീർവാദത്തോടും കൂടിയായിരുന്നല്ലോ. അവിടെ ആരൊക്കെ വന്നു, എന്തൊക്കെ സംസാരിച്ചു, അവസാനം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ആയിട്ട് വലിയ ബഹളങ്ങൾ TV ചർച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിനെ ഒന്ന് മയപ്പെടുത്തി. കർണാടകം കോൺഗ്രസിന്റെ കയ്യിലാണ്, തമിഴ്നാട് ഇവര് പറയുന്നിടത്താണ്, പിന്നെ ആന്ധ്രാപ്രദേശും തെലുങ്ക് ദേശവും, കേരളം എന്തായാലും എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളം ജിഹാദികളുടെ കയ്യിലാണെന്നുള്ളത് വ്യക്തമായ ഒരു വസ്തുത തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഒളിച്ചു വെക്കാനൊന്നുമില്ല. അവനും മലരും കുന്തിരിക്കോ വരുന്നുണ്ടടാ നിങ്ങളുടെയൊക്കെ കാലൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് അവര് ഇവിടെ കൂടെ റോഡിൽ കൂടെ നടക്കാൻ അവർക്ക് ചങ്കൂറ്റം ഉണ്ടായി എന്നുണ്ടെങ്കിൽ കേരളം ആരുടെ കയ്യിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ കട്ടിംഗ് സൗത്ത് അജണ്ട ഇവര് നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. അപ്പൊ ചന്ദ്രബാബു നായിഡു ഇനി അമേരിക്കയിൽ നിന്ന് വന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. 15 മിനിറ്റ് ഇന്ത്യൻ പട്ടാളത്തിനെ ഒന്ന് മാറ്റി നിർത്താമെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കത്തിച്ച് കാണിച്ചു തരാമെന്ന് പ്രഖ്യാപിച്ചതാണ് ഒവൈസി. ആ ഒവൈസി അമേരിക്കക്കാർ ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അജണ്ട ഉണ്ടോ ഇല്ല. ഇതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശന ഉദ്ദേശം, വളരെ വ്യക്തമായിട്ട് പറയാം. ഈ സാറിപ്പോ ജമ്മു കാശ്മീരിനെ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോ ജമ്മു കാശ്മീർ നിയമസഭ ഇലക്ഷൻ വരികയാണ്. ആർട്ടിക്കിൾ 317 എടുത്ത് കളഞ്ഞതിന് ശേഷം അപ്പോ അവിടുത്തെ നാഷണൽ ഹൂറിയത്ത് കോൺഫറൻസ് അടക്കമുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനം, വിഘടനവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 370 ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നുള്ള ഒരു അഭിപ്രായം. ഇത് എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കില്ല. ചോദ്യം എന്താണെന്നുള്ളത് മറന്നുപോയിരിക്കാൻ ഞാനൊന്ന് എഴുതി വെച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ചിലപ്പോൾ കാട് കയറിപ്പോവും. പിന്നെ ഞാൻ വിപിന്റെ അടുത്ത് തിരിച്ചൊന്ന് ചോദിക്കേണ്ടി വരും എന്തായിരുന്നു ചോദ്യം. കാശ്മീരിനെ വിഘടിപ്പിക്കുക എന്നുള്ളത്, കാശ്മീരിനെ വിഘടിപ്പിക്കുന്ന പോട്ടെ, ജമ്മു കാശ്മീർ ഇന്ത്യയിൽ എത്രയുണ്ടോ അതിൽ കൂടുതൽ പാകിസ്ഥാനിലെ ചൈനയുടെ കയ്യിലാണ്. ചൈനയുടെ കമ്പാരിറ്റീവ്ലി ചെറിയ പീസാണ്. ഈ